സെക്രട്ടേറിയറ്റിൽ അനുമതിയില്ലാതെ ബ്ലോഗറുടെ വീഡിയോ ചിത്രീകരണം വിവാദം. ഇപ്പോൾ ഒരു പെങ്കൊച്ച് മൈക്കൊക്കെ ആയിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശരിയാണല്ലോ, എന്തിനാണ് സെക്രട്ടേറിയറ്റിൽ ഈ പറയുന്നത് പോലെ ഒരു പെങ്കൊച്ചാണെങ്കിലും ആങ്കൊച്ചാണെങ്കിലും ആരാലും കയറി ഷൂട്ട് ചെയ്ത് ബ്ലോഗ് എടുക്കുന്നത്? ഇപ്പോൾ ഈ യൂട്യൂബർമാർക്കും ബ്ലോഗർമാർക്കും ഒക്കെ എതിരെ മൊത്തത്തിൽ ഭയങ്കര ആരോപണങ്ങളും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ. ഈ സംഭവം നടന്നിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ടോണേ. അതായത് സെക്രട്ടേറിയറ്റിൽ അനുമതിയില്ലാതെ ബ്ലോഗറുടെ വീഡിയോ ചിത്രീകരണം വിവാദം. ഓക്കെ, ഇത് കണ്ടല്ലോ. ഇനി ഞാൻ വേറൊരു വാർത്ത കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഇവിടെ ചില ചേരിപ്പോരുകളും ചേരിത്തിരിവുകളും സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന ആളുകളെ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ തോന്നൽ മാത്രമാണ്. ദയവ് ചെയ്തിട്ട് എന്നെ കയറി ആരും സ്ഥലം മാറ്റിക്കളയല്ലേ. ഓക്കെ, നമുക്ക് ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗത്തിലേക്ക് പോകാം. നിങ്ങൾ മൊത്തം കാണണം കേട്ടോ, മൊത്തം കാണണം. ഈ വ്ളോഗർ എന്ന് പറയുന്ന ഈ പെങ്കൊച്ചിൻ്റെ വീഡിയോയുടെ ഭാഗവും ഞാനകത്ത് വെക്കുന്നുണ്ട്. ഈ പറയുന്ന പെങ്കൊച്ച് ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിനകത്ത്, നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റിനകത്ത് പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെ, സെക്രട്ടേറിയറ്റിനകത്ത് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്താൽ പ്രശ്നമെന്ന് എനിക്കറിയുന്നത്. ഇവർ ഫോണിലാണല്ലോ ബ്ലോഗർമാർ ഷൂട്ട് ചെയ്യുന്നത്. ഫോണിൽ ഷൂട്ട് ചെയ്താൽ പ്രശ്നം ഉണ്ടാവും. എൻ്റെ ഒരു സംശയമാണ്, അറിയാവുന്നൊരു പറയൂ. സെക്രട്ടേറിയറ്റിൽ ഈ ഫോണിലൊക്കെ കയറി ചിത്രീകരിച്ച കാരണം ഒരുപാട് റീലുകൾ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്. ഈ പെങ്കൊച്ചിനെതിരെ മാത്രം കേസ് വരുമ്പോൾ വേറെ കുറച്ച് റീലുകൾ ഞാനിവിടെ വെക്കുന്നില്ല. കാരണം അവർക്കെതിരെ ഇനിയിപ്പം നമ്മളായിട്ടൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് പല റീലുകളും ഞാൻ കണ്ടു. ഈ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയൊക്കെ കയറിയിട്ട് വീഡിയോസ് എടുത്തിട്ടുള്ളത്. അത് ഫോണിലായതുകൊണ്ടായിരിക്കാം പ്രശ്നമില്ലാത്തത്. ബ്ലോഗർമാരും സാധാരണ ഫോണിൽ അങ്ങനെ വീഡിയോ എടുക്കാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഞാൻ വേറൊരു വാർത്ത ഇതിനകത്ത് കണക്ട് ചെയ്ത് പോകാൻ പോവാണ്. എന്തിനാണ് ഈ പെങ്കൊച്ച് ഇതിനകത്ത് കയറി വീഡിയോ എടുത്തതെന്നുള്ളത് കണക്ട് ചെയ്ത് ഞാൻ കൊണ്ടുവരാം കേട്ടോ. നമുക്ക് ഇതെല്ലാം കണ്ടുവിടേണ്ട കാര്യങ്ങളാണ്, കാണാതെ വിടേണ്ട കാര്യങ്ങളല്ല. കണ്ട് മനസ്സിലാക്കി തന്നെ നമ്മൾ പോകണം. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക്, ഒരു വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ സെൽ ഉദ്യോഗസ്ഥനെതിരായ വനിതാ ജീവനക്കാരുടെ പരാതി അന്വേഷിച്ച ഉദ്യോഗസ്ഥയ്ക്കെതിരെ പ്രതികാര നടപടിയെന്ന ആക്ഷേപം. പൊതുഭരണ വകുപ്പിൽ ആഭ്യന്തര പരിഹാര സെൽ അധ്യക്ഷ ഷൈനി ജോർജിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റി. കമ്പ്യൂട്ടർ സെല്ലിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന റോബർട്ട് ഫ്രാൻസിസിനെതിരെയായിരുന്നു ഷൈനി നടത്തിയ അന്വേഷണം. റോബർട്ടിനെതിരായ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി. അതായത് ആ ഷൈനി ജോർജ് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥയെ അവിടുന്ന് സ്ഥലം മാറ്റി. അതായത് നല്ല രീതിയിൽ അന്വേഷണം നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇതേപോലെ ഒരു അഴിമതിയോ പ്രശ്നങ്ങളോ കണ്ടുപിടിച്ച് അവർ അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അവരെ അവിടുന്ന് സ്ഥലം മാറ്റി. ഇതിത്രയും കേട്ടല്ലോ നിങ്ങൾ. ഇനി ഇതെന്താണ് അവിടെ വിഷയമെന്ന്, അവരെന്താണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചതെന്നുള്ളതും കൂടെ ഞാൻ ഇതിൽ വെക്കാം. ഇതിലെന്താണ് ബ്ലോഗറുമായി ബന്ധപ്പെട്ട കാര്യമെന്നല്ലേ? വരുത്താം, വെയിറ്റ് ചെയ്യ്, ഇപ്പം ഞാൻ വരുത്താം. ഓക്കെ, ബ്ലോഗർ ചെയ്ത് തെറ്റ് തന്നെയാണ്. ഈ പറയുന്ന പോലെ അത് ഞാൻ ന്യായീകരിക്കുന്നില്ല. അതിനകത്ത് കയറി വീഡിയോ എടുത്തെങ്കിൽ അത്രയും പേര് സംസാരിക്കുന്നു. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കണ്ടാൽ ആ ബ്ലോഗറുടെ ചാനലിൽ ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. അവിടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം സംസാരിക്കുന്നുണ്ട്, അവർ മൈക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആരും ബ്ലോഗറുടെ കഴുത്തെ പിടിച്ച് പുറത്താക്കുന്നില്ല, വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്ക് അതിലേക്ക് വരാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ വാർത്തയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ സെല്ലിലെ റോബർട്ട് ഫ്രാൻസിസ് തൊഴിൽ സ്ഥലത്ത് വനിതാ ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയാണ് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുമ്പിൽ വന്നത്. ഒരു കൂട്ടം ജീവനക്കാരുടെ പേരിലെത്തിയ പരാതിയാണ് ചീഫ് സെക്രട്ടറി അന്വേഷണ സമിതിക്ക് കൈമാറിയത്. ഒരു യുവതി തെളിവുകൾ സഹിതം റോബർട്ടിനെതിരെ മൊഴി നൽകി. ഈ മൊഴി ശരിയാണെന്ന് തെളിയിക്കുന്ന വിധം മറ്റ് ചില മൊഴികളും സമിതിക്ക് ലഭിച്ചു. ഇതേ തുടർന്ന് റോബർട്ടിനെ മൊഴിയെടുക്കാൻ സമിതി വിളിപ്പിച്ചു. എന്നാൽ റോബർട്ട് സമിതിയോട് തട്ടിക്കയറിയെന്നാണ് വിവരം. ഇക്കാര്യം റിപ്പോർട്ടിലുണ്ടെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ജോലികൾ കർശനമായി പാലിച്ചുവെന്നായിരുന്നു റോബർട്ടിന്റെ വിശദീകരണം. വനിതാ ജീവനക്കാരെ നൽകിയ മൊഴിക്ക് മറുപടി നൽകിയില്ല. റോബർട്ട് ജൂണിൽ വിരമിച്ചു. വിരമിച്ചാലും സർക്കാർ ചട്ടപ്രകാരം റോബർട്ടിനെതിരെ നടപടി വേണമെന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ. ചില ജീവനക്കാർ റോബർട്ടിന് അനുകൂലമായും മൊഴി നൽകിയിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഇടത് സംഘടനാ നേതാവും ഫ്രാക്ഷൻ അംഗവുമായ ഷൈനിയെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. ബാലാവകാശ കമ്മീഷൻ സെക്രട്ടറിയായാണ് നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുപ്പമുള്ള റോബർട്ടിനെതിരായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപേ ചോർന്നതാണ് നടപടിക്ക് കാരണം. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനൊപ്പം വിരമിച്ച റോബർട്ട് ഫ്രാൻസിസിനെ കരാറടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ വീണ്ടും നിയമിക്കാനും നീക്കമുണ്ട്. എന്ത് ചെയ്യാനാ, അവിടുന്ന് പോയത് മാത്രമേ അറിഞ്ഞുള്ളൂ. പുള്ളിക്കാരനടുത്ത ജോലിയും സെറ്റായിട്ടുണ്ട്. ഈ ഷൈനി എന്ന് പറയുന്ന ആ മാഡം അവിടുന്ന് സ്ഥലം മാറിയെന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, സെക്രട്ടേറിയറ്റിനകത്ത് ചിത്രീകരണം, ബ്ലോഗ് ചിത്രീകരിച്ചു. ബ്ലോഗർ യുവതിക്കെതിരെ സംവാദമല്ലല്ലോ, വിവാദം. ഓക്കെ, ആ വിവാദമായ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗമാണ്. അതും ഈ പറയുന്ന വാർത്തയുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. ആ പറയുന്ന വീഡിയോ, ആ ബ്ലോഗറുടെ വീഡിയോയുടെ ചെറിയ ഭാഗത്തിലേക്ക് ഞാൻ പോവാം. അവർ പറയുന്നത് നിങ്ങൾ കേട്ടോ. സെക്രട്ടറിയായിരുന്നു. നിങ്ങൾക്ക് എന്നെ കാണുന്ന ഒരു 25% ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആ അമ്മയെ നിങ്ങൾക്ക് അറിയണോ? ആ അമ്മയെ അറിയണമെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് നമ്മൾ പോകണം. അതായത് ഈ ബ്ലോഗറുടെ അമ്മയെ അറിയണമെങ്കിൽ കുറച്ചുകൂടെ ബാക്കിലേക്ക് പോകണം. കേട്ടോ ആ ബ്ലോഗറുടെ അമ്മ ആരാന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ സെൽ ഉദ്യോഗസ്ഥനെതിരായ വനിതാ ജീവനക്കാരുടെ പരാതി അന്വേഷിച്ച ഉദ്യോഗസ്ഥയ്ക്കെതിരെ പ്രതികാര നടപടിയെന്ന ആക്ഷേപം. പൊതുഭരണ വകുപ്പിൽ ആഭ്യന്തര പരിഹാര സെൽ അധ്യക്ഷ ഷൈനി ജോർജിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റി. ഷൈനി ജോർജ് സത്യസന്ധമായിട്ട്, മാന്യമായിട്ട്, സാമൂഹികമായിട്ട് ഇടപെട്ട് സമൂഹത്തിന് പറ്റുന്ന രീതിയിൽ, ഇത്രയൊക്കെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ അവരുടെ മുന്നിൽ വന്ന ഒരു പരാതിയെ
അതും സ്ത്രീകൾക്കെതിരെയുള്ള ഈ പറയുന്ന അധിക്ഷേപങ്ങൾക്കുള്ള ആ ഒരു പരാതിയെ അവർ പരിശോധിച്ച് കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ 8ൻ്റെ പണി, ആ പണിയാണ് ഈ പെങ്കൊച്ച് വന്ന് ചിത്രീകരിച്ചത്. എന്തിനാ? ആ പണിയുടെ ഭാഗമായിട്ട് സ്ഥലം മാറ്റം കിട്ടിയതാണ് ഈ പെങ്കൊച്ച് വന്ന് ചിത്രീകരിക്കാൻ വന്നത്. എന്തിനാണ് സ്ഥലം മാറ്റം കിട്ടുമ്പോൾ ചിത്രീകരിക്കുന്നത്? അങ്ങനെ ആർക്കെങ്കിലും ഇതുപോലെ സ്ഥലം മാറി പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ പരിപാടിക്ക് എന്തിനാണ് ഈ പെങ്കൊച്ച് പോകുന്നത്? ആ പെങ്കൊച്ചിൻ്റെ അമ്മയാണത്. സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ പേരിൽ അവിടുന്ന് സ്ഥലം മാറ്റം കിട്ടി. അങ്ങനെ സത്യസന്ധമായിട്ട് ജോലി ചെയ്ത ഒരാളാണ് ഈ ഷൈനി ജോർജ്. അവരെ എന്തിനാദ്യം പുറത്താക്കി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഈ വാർത്തകൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ രണ്ടുപേരും ഇടത് പാർട്ടിക്കാർ തന്നെയാണ്. ഈ മുഖ്യമന്ത്രി ഇത് അറിയുന്ന പോലും ഉണ്ടാകത്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, അവർ താഴെ ഉദ്യോഗസ്ഥർ പലരും ഉണ്ട്. മുഖ്യമന്ത്രി അറിയുന്നുണ്ടാകത്തില്ല. ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയിലേക്ക് ഈ വിഷയം എത്തിക്കണം. സത്യസന്ധമായിട്ട് ജോലി ചെയ്തതിൻ്റെ പേരിൽ അന്വേഷണം, അവർ മുന്നിൽ അന്വേഷിക്കാനായിട്ട് എത്തിയ വിഷയങ്ങൾ അന്വേഷിച്ച് അവർ കൃത്യമായിട്ട് അത് സമർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർ സ്ഥലം മാറ്റി. സിനിമയിൽ നമ്മൾ കാണുന്ന പോലെ അങ്ങനെ സ്ഥലം മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പെൺകുട്ടി അവിടെ പോയി അങ്ങനെ വീഡിയോ എടുത്താണ് നിങ്ങൾ കണ്ടത്. പെൺകുട്ടി തെറ്റ് ചെയ്തെങ്കിൽ ഓക്കെ, അത് ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ക്യാമറ കൊണ്ടുപോയാണോ ഫോൺ കൊണ്ടുപോയാണോ അത് പരിശോധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൽ മൂല കാരണം നമ്മൾ എന്തായാലും അറിയാതെ പോകരുത്. അവർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ, അവർ നന്മയുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ, സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടെടുത്തതിൻ്റെ പേരിലാണ് അവർക്ക് അവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടേണ്ടി വന്നത്. അപ്പോൾ അതാദ്യം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, വേണ്ടേ? ഓക്കെ, ബാക്കി നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഞാൻ കളിച്ച് വളർന്ന സ്ഥലമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് എനിക്ക്. ബിക്കോസ് ഓൾ ത്രൂ മൈ ലൈഫ് ഐ കെയിം ഹിയർ, ഐ ബീൻ ഹിയർ, ഐ ബീൻ വിത്ത് ദിസ് പീപ്പിൾ ഹിയർ. എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. മൊത്തം ഇംഗ്ലീഷ് ആയതുകൊണ്ടൊന്നും മനസ്സിലായില്ലോ. ഐ ഓൾവേസ് കെയിം ഹിയർ, കം വിത്ത് ഹിയർ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലയോ? അമ്മയുമായിട്ട് പലതവണ അവിടെ വന്നിട്ടുണ്ട്, അവിടെ ഭയങ്കര പരിചിതമായിരുന്നു. അതുകൊണ്ടാണ് ആ പെങ്കൊച്ചോടെ വീഡിയോ പോയി എടുത്തത്. ആരും വീഡിയോ എടുത്തപ്പോൾ കുറ്റമൊന്നും പറഞ്ഞതുമില്ല. അത് ബ്ലോഗിൽ ഇടുകയും ചെയ്തു. ബ്ലോഗ് ആരും അവിടെ പോയിട്ട് ഇതൊന്നും എടുക്കരുതൊന്നും പറഞ്ഞതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്കിനും മറ്റേ അവിടുത്തെ അവരോട് തീർത്തത്, ആ അമ്മയോട് തീർത്തത് പോരാഞ്ഞ് അവരിന്ന് പുറത്താക്കിയ ആ മാഡം പറയുന്ന കാര്യം കേൾക്കാം. സുഹൃത്തുക്കളാണ്, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല പ്ലാനിങ്ങിൽ നിന്ന് റിട്ടയർമെൻറ്റിന് മുമ്പ് കടന്നു പോകേണ്ടി വരുമെന്ന്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമൂഹത്തിന് മാതൃകാപരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ വരുന്ന ഈ പറയുന്ന കൂരമ്പുകളെയൊക്കെ നമ്മൾ തിരിച്ച് പടവാൾ വെച്ച് നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ, നമ്മൾ സമൂഹത്തിൻ്റെ കുഴിത്തിരിമ്പുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ഉദ്യോഗസ്ഥരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒത്തിരി ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളുടെ സ്വന്തം അഭിമുഖീകരിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്നാണെങ്കിലും, നിങ്ങൾ നിൽക്കുന്ന സ്വന്തം കുടുംബത്തിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ സത്യസന്ധമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങേണ്ടി വരും. അവർ പോലും അറിയാത്തതിൻ്റെ പേരിൽ, അവർ പോലും ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ, അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് സ്ഥലം മാറ്റം കിട്ടേണ്ടി വന്നത്. ആ സ്ഥലം മാറ്റം കിട്ടിയ സമയത്താണ് ഈ പെങ്കൊച്ച് അവിടെ പോയി നിന്ന് വ്ലോഗ് എടുത്തിട്ട് അതിട്ടത്. അപ്പോൾ ആദ്യം പരിശോധിക്കേണ്ട കാര്യം മറ്റേതാണ്. അതായത് എന്തിന് ഇവർക്ക് സ്ഥലം മാറ്റം കിട്ടി? സ്ഥലം മാറ്റം അല്ലല്ലോ, അവിടെ നിന്ന് വേറൊരിടത്തോട്ട് മാറ്റി, സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി. അപ്പോൾ എന്തിന് അവിടെ നിന്ന് മാറ്റപ്പെട്ടു? എന്താണ് അവർ അവിടെ ചെയ്ത തെറ്റ്? മാഡം പറയുന്നുണ്ടല്ലോ, എനിക്കിപ്പോഴും ഇവിടുന്ന് മാറേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ ഇവിടുന്ന് മാറുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ പെട്ടെന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ആ കാരണം ആദ്യം നമുക്ക് അതും കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാനിത് അറിഞ്ഞത് വെച്ചിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ബ്ലോഗർമാരെയും യൂട്യൂബർമാരെയും ഇൻഫ്ലുവൻസർമാരെയൊക്കെ അടച്ചാക്ഷേപിച്ച് അവരെല്ലാം തോന്നിയ ദിവസം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ മുമ്പൊരു കാര്യങ്ങൾ ചിലതും സംഭവിക്കാറുണ്ട്, ചിലത് ചട്ടത്തരം കാണിക്കാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അവിടെ ആരും ഇതിനെ വീഡിയോ എടുത്തപ്പോൾ തടഞ്ഞില്ല. മാത്രമല്ല പലരും ഇതിനു മുമ്പ് റീലും കാര്യങ്ങളൊക്കെ സെക്രട്ടറിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ, ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ അതും കൂടെ പരിശോധിക്കണം. മുഖ്യമന്ത്രിയിലേക്ക് ഇത് എത്തണം. കൃത്യമായിട്ട് ന്യായമായിട്ട് തന്നെ നടക്കണം. വൈൻഡപ്പ് ചെയ്യുന്നു. ഇസ്മായിൽ ദ്വാഫ് സൈനിങ് ഔട്ട്.